ഫൈൻഡ് ദ ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ ഓഫ് ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് ആണ് തന്നേക്കണേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി വേറെ ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇനി ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? y ആണ്. ഈ y ഇസ് ഈക്വൽ ടു 1/z ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ആദ്യം z കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ നമുക്ക് y കണ്ടുപിടിക്കാം. അപ്പൊ അതിനുവേണ്ടി ഈ എസും 1/2s ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും പാരലൽ ആയിട്ടല്ലേ ഇരിക്കണേ. അപ്പൊ നമുക്ക് പാരലൽ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അങ്ങനെയാണല്ലോ. നമ്മൾ ഇതിന്റെ ഈ ഇക്വേഷനിൽ നമ്മൾ ഇത് എഴുതുമ്പോൾ എങ്ങനെ വരും? എസ് ഇൻറ്റു 1/2s ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/2s. കിട്ടിയില്ലേ? ഇതില് ഈ എസും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ന്യൂമറേറ്ററിൽ എന്ത് വരും? 1/2 ഡിവൈഡഡ് ബൈ ഈ എസും എസ് പ്ലസ് 1/2s ഉണ്ടല്ലോ ഈ ടേം ഡിനോമിനേറ്റർ. ഇത് നമുക്ക് അങ്ങോട്ടും ക്രോസ് ചെയ്യാലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/2s സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s കിട്ടി. ഈ ടൂവും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ടാവും? ഈ എസ് ന്യൂമറേറ്ററിൽ പോകും. അങ്ങനെ എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2s സ്ക്വയർ കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും പാരലൽ ആയതിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കിയേ, ഇത് മൂന്നും സീരീസ് ആയിട്ടല്ലേ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പാരലൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ s/2s സ്ക്വയർ പ്ലസ് 1 അതിന്റെ ഒപ്പം ഈ 3s പ്ലസ് 1/5s കൂടി ആഡ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ആദ്യം ഈ രണ്ട് ടേമിനെ മാത്രമായിട്ട് ക്രോസ് ചെയ്യാം. ഈ രണ്ട് ടേമിനെ എന്നിട്ട് ക്രോസ് ചെയ്യാം. കുറച്ചുകൂടി നമ്മൾ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ലെങ്ത് ആയിട്ട് പോകും. ഇതിനെ അറിയണവരനുസരിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ചെയ്യാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 3s പ്ലസ് 1/5s എടുത്തു. അതിനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 15s സ്ക്വയർ പ്ലസ് 1/5s അത് കിട്ടിയില്ലേ? അതേ പ്ലസ് നമ്മുടെ ഈ ഇക്വേഷൻ ഈ ടേം s/2s സ്ക്വയർ പ്ലസ് 1 അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവസാനം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 30s സ്ക്വയർ s⁴ പ്ലസ് 15s സ്ക്വയർ പ്ലസ് 2s സ്ക്വയർ പ്ലസ് 1 പ്ലസ് 5s സ്ക്വയർ ഡിവൈഡഡ് ബൈ 5s ഇൻറ്റു 2s സ്ക്വയർ പ്ലസ് 1 കിട്ടിയല്ലോ. ഇതൊന്നും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്കിതിനെ 30s⁴ 22s സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5s ഇൻറ്റു 2s സ്ക്വയർ പ്ലസ് 1. ഇതാണ് നമ്മുടെ z. ഇനി z നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റൻസ് എഴുതാലോ. അതെന്താ? y ഇസ് ഈക്വൽ ടു 1/z. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ്.